അപ്രതീക്ഷിത നിധി. ആഗ്രഹം എഴുതുമ്പോൾ വള്ളിയും പുള്ളിയും തെറ്റിയാൽ എന്ത് സംഭവിക്കുമെന്ന് ഞാൻ ചിന്തിച്ചിരുന്നില്ല. ഒരു വലിയ വണ്ടി വേണമെന്ന് എഴുതാൻ തുടങ്ങിയ ഞാൻ അറിയാതെ ഒരു വലിയ വണ്ടിക്ക് പകരം ഒരു വണ്ടി വട എന്നാണ് എഴുതിപ്പോയത്. കണ്ണുചിമ്മി തുറന്നതും എന്റെ മുറി നിറയെ വടകൾ. കട്ടിലിലും മേശയിലും, എന്തിന് അലമാരയിൽ വരെ വട കുന്നുകൂടി കിടക്കുന്നു. പേനയുടെ ശക്തിയെ കളിയാക്കരുതെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ ഈ വടകളെല്ലാം ഞാൻ എന്തു ചെയ്യും? അടുത്ത തവണ എഴുതുമ്പോൾ വളരെ സൂക്ഷിക്കണം. വടയുടെയും ആമയുടെയും ബഹളം കഴിഞ്ഞ് ഞാൻ ഒന്ന് കുളിക്കാൻ കയറിയതായിരുന്നു. ആ സമയം നോക്കിയാണ് ചേച്ചിയുടെ മോൾ മുറിയിൽ കയറിയത്. മേശപ്പുറത്തിരുന്ന മാന്ത്രിക പേന കണ്ടതും അവൾക്ക് കൗതുകമായി. അവൾ ഡയറിയിൽ പിച്ചും പേയും വരയ്ക്കാൻ തുടങ്ങി. പതിയെ അവൾ പഠിച്ച അക്ഷരങ്ങൾ അവിടെ കുറിച്ചു. അമ്മ. ആ വാക്ക് പൂർത്തിയായതും മുറിക്കുള്ളിൽ പ്രകാശം പരന്നു. ഞാൻ കുളി കഴിഞ്ഞ് വരുമ്പോൾ കാണുന്നത് മുറിയിൽ അപരിചിതയായ ഒരു സ്ത്രീ നിൽക്കുന്നതാണ്.